അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ ഖുർആൻ ബൈ തജ്വീദ് എന്നൊരു കോഴ്സ് നമ്മൾ തുടങ്ങിയായിരുന്നു. അപ്പം അള്ളാഹിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ അത് ഖുർആനികയത് മുഴുവനും പൂർത്തിയാക്കി. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് കരുതി ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു ഇത്. ഇൻഷാ അള്ളാ ഇത് ഖുർആൻ പഠിക്കുന്നവർക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പം ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ അറബിയിലെ ഒറ്റ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അലിഫ്, ബാ, ത, സ, ജീം എന്നുള്ള ഈ ഒറ്റ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒറ്റ അക്ഷരങ്ങൾ പഠിച്ചുകൊണ്ട് ഖുർആനിലോട്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ അക്ഷരങ്ങൾ അതേപോലെ നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കത്തില്ല. പല അക്ഷരങ്ങൾക്കും പല വ്യത്യാസങ്ങളായിട്ട് കാണാൻ പറ്റും. ഈ ഐന് ഹംസ പോലെ ഖുർആനിൽ കാണുന്നതായിട്ടൊക്കെ അറിയാത്തവർക്ക് അങ്ങനെ ബുദ്ധിമുട്ട് തോന്നും. അപ്പം ഒരക്ഷരത്തിന്റെ 3 രീതികൾ, അതായത് ഒരു വാക്കിന്റെ തുടക്കം ഒരക്ഷരം വരുമ്പോൾ അതെങ്ങനെ വരും, ആ അക്ഷരം തന്നെ ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പം ഏതൊരു രീതിയിൽ അതിന് മാറ്റം വരും, ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ അക്ഷരത്തിന് എന്തൊക്കെ മാറ്റം വരും എന്നുള്ള കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനും അതുപയോഗിച്ച് ഖുർആൻ ഓതാനും എല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. അപ്പം പ്രധാനമായിട്ട് നമ്മൾ ഹംസയാണ് നോക്കുന്നത്. നമ്മൾ പറഞ്ഞിരുന്നു അലിഫിന് പൊതുവെ ഹർക്കത്തുകൾ വരാറില്ല. അപ്പം അലിഫിന് ഹർക്കത്ത് കണ്ടാൽ അത് ഹംസയാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുപോലെ ഹംസയ്ക്ക് 3 രൂപമുണ്ട്. അലിഫിന്റെ മുകളിൽ ഹംസ വരുന്നത് ഹംസയാണ്, വാവിന്റെ മുകളിൽ ഹംസ വരുന്നത് ഹംസയാണ്, യാന്റെ മുകളിൽ ഹംസ വരുന്നത് അതെന്താണ്, ഹംസയാണ്. അപ്പം ബേസിക് ആയിട്ടുള്ള കാര്യം അത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഓക്കെ. അപ്പം അടുത്ത നമ്മൾ പോകുന്നത്, അപ്പം അലിഫിന് എന്ത് ചെയ്തിട്ടുണ്ട്, 3 ഇതുണ്ട്. അലിഫ് ഒരു വാക്കിന്റെ തുടക്കം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, ഒരു വാക്കിന്റെ നടുഭാഗത്ത് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്, അലിഫിനെ കാണുന്നത്. അപ്പം അവസാനം വരുമ്പോൾ ഈ ഒരു രീതിയിൽ. അപ്പോൾ ഈ തുടക്കവും അവസാനവും ഒരേപോലെ വരുന്ന അക്ഷരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യത്തില്ല, വേറൊരു അക്ഷരം കൂടി ചേർന്ന് വരത്തില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അലിഫിന് ശേഷം ഒരക്ഷരം കൂടി ചേർന്ന് വരത്തില്ല. അതുപോലെ ദാലിന് ശേഷവും ഒരക്ഷരം കൂടി ചേർന്ന് വരത്തില്ല. ഇതുണ്ടോ, ഈ ദാലും നടുക്ക് വരുന്ന ദാലും അവസാനം വരുന്ന ദാലും, ഒരു വാക്കിന്റെ നടുക്ക് വരുന്ന ദാലും അവസാനം വരുന്ന ദാലും എന്താ, സെയിമ. അങ്ങനെയുള്ള അക്ഷരങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, വേറൊരു അക്ഷരം അതിനോട് കൂടി ചേർന്ന് വരത്തില്ല. ഈ ദാലും എന്താണ്, സെയിമ. അപ്പൊ ആ അക്ഷരത്തിന്റെ ശേഷവും വേറൊന്നും വരത്തില്ല. റാഇനും വരത്തില്ല, സാഇനും വരത്തില്ല, പിന്നെ ലാമിന് ശേഷം വേറൊരു അക്ഷരം വരത്തില്ല, വാവിന് ശേഷം വേറൊരു അക്ഷരം വരത്തില്ല. അപ്പം അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഏതൊക്കെയാ, അലിഫിന് ശേഷം വേറൊരു അക്ഷരം വരത്തില്ല, ദാലിന് ശേഷം വേറൊരു അക്ഷരം വരത്തില്ല, ദാലിന് ശേഷം വേറൊരു അക്ഷരം വരത്തില്ല, റാഇന് ശേഷം വരത്തില്ല, സാഇന് ശേഷം വരത്തില്ല, ലാമിന് ശേഷം വരത്തില്ല, വാവിന് ശേഷവും എന്ത് ചെയ്യത്തില്ല, വരത്തില്ല. അപ്പൊ ഇത്രയും അക്ഷരങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അതുപോലെ അപ്പം അലിഫ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അലിഫ് അല ഹംസ പെട്ടെന്ന് നമുക്ക് തിരിയും. കാരണം ഇവിടെ നോക്കിയേ, ഇവിടെ അലിഫ് ഒരു വാക്കിന്റെ തുടക്കം വന്നു, ഒരു വാക്കിന്റെ ഇടയ്ക്ക് വരുമ്പോ എന്താണ്ട് മാ, അവിടെ ഇടയ്ക്ക് വന്നപ്പം കണ്ടോ, ആ മീമിനോട് ചേർന്നാ വന്നത്. അപ്പം അതൊരു അലിഫാണ്. അത് പൊതുവെ അലിഫ് നീട്ടാനാണ് വരുന്നത്. ഒരു വാക്കിന്റെ നടുക്കൊക്കെ നീട്ടാനായിരിക്കും വരുന്നത്. അലിഫല്ല ഹംസ നീട്ടാനായിരിക്കും വരുന്നത്. തുടക്കം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഹർക്കത്തായിട്ട് പൊതുവെ ഉപയോഗിക്കാറുള്ളൂ. അപ്പം അലിഫും നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് നമുക്ക് ബായിലോട്ട് പോകാം. ബായിന്റെ കേസിൽ നമ്മൾ എന്താ, വളരെ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ പുള്ളി എന്ത് ചെയ്താൽ ശ്രദ്ധിച്ചാൽ മതി. പുള്ളി താഴെയാണെങ്കിൽ അതെന്ത് ചെയ്യുക, ബ ആണെന്നും, പുള്ളി മുകളിലാണെങ്കിൽ അത് നൂനാണെന്നും, 2 പുള്ളി മേളിലുണ്ടെങ്കിൽ അത് താ ആണെന്നും, 2 പുള്ളി താഴെ ഉണ്ടെങ്കിൽ അത് യാ ആണെന്നും, മേളില് 3 പുള്ളി ഉണ്ടെങ്കിൽ അത് സ ആണെന്നുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് എന്ത് ചെയ്യണം, വേണം. അപ്പൊ അത് നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ആ അക്ഷരങ്ങളും
ക്ലിയറായി. ഏതൊക്കെയാ? പ, ത, സ, യ. അപ്പൊ ഇത്തരം അക്ഷരങ്ങൾക്ക് നമുക്ക് പെട്ടെന്ന് ആ ഒരു പുള്ളി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഒരു വാക്കിന്റെ തുടക്കം ബാ വരുമ്പം ഈ ഒരു രീതിയിൽ വരും, നടുക്ക് വരുമ്പോ ഈ ഒരു രീതിയിൽ വരും, അവസാനം വരുമ്പോ ഈ ഒരു രീതിയിൽ വരും. അപ്പൊ അതിൽ പൊതുവെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഇവിടെ നോക്കി കിതാബ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് 2 പുള്ളി കാണുന്നുണ്ട്. 2 പുള്ളി കാണുമ്പം അതെവിടെ? മുകളില്ല. അപ്പൊ നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം അത് ത ആണെന്ന് മനസ്സിലാക്കാം. ഇവിടെ കണ്ടോ? ആ 2 പുള്ളിയുള്ള അക്ഷരങ്ങൾ കാണുമ്പോൾ അത് മുകളിലാണെങ്കിൽ അത് ത ആണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിൽ വലിയ പാടില്ല. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പുള്ളികൾ എവിടേക്കാണ് ഓരോ അക്ഷരങ്ങളുടെ ഉള്ളതെന്ന് മനസ്സിലാക്കി വെച്ചേക്കും. അപ്പൊ താം കഴിഞ്ഞു, സാം കഴിഞ്ഞു. അടുത്ത ജീമാണ്. ജീമിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ജീമ് നമ്മൾ പൊതുവെ ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. അപ്പം ഇതിന്റെ മുകൾ ഭാഗം മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഖുറാനില് ഈ ഒരു ചിഹ്നമാണ് എന്ത് ചെയ്യുന്നത്, ജീമിന് ഒരു വാക്കിന്റെ തുടക്കമൊക്കെ വരുവാണെങ്കിൽ ഉപയോഗിക്കുന്നത്. തുടക്കവും നടുക്കും ഒക്കെ വരുമ്പോൾ ഈ മേൽഭാഗത്തെ ഇത്രയും ഭാഗമാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ചിഹ്നം നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കുക. ഈ ഒരു ചിഹ്നം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ജീമും ഹാവും ഹാവും ഒക്കെ സിമ്പിൾ ആയിരിക്കും. ഈ ഒരു ചിഹ്നത്തിന്റെ താഴെ പുള്ളി വരുവാണെങ്കിൽ അത് ജീമാണ്, മുകളില് പുള്ളി വരുവാണെങ്കിൽ അത് ഹ ആണ്. ഇനി ഈ ഒരു ചിഹ്നത്തിന് പുള്ളി ഇല്ലെങ്കിൽ അത് ഹ ആണ്. ഇന്ന് പൊതുവെ എന്ത് ചെയ്യാം, നമ്മൾ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ആ അക്ഷരങ്ങൾ നമുക്ക് ക്ലിയർ ആയി. ഇവിടെ നോക്കിയേ, ജീമിന് പൊതുവെ താഴെയാണ് പുള്ളി. പിന്നെ ഈ ഒരു വാക്കിന്റെ അവസാനം വരുമ്പം ജീമിന് എന്തുണ്ട്, അതിന്റെ യഥാർത്ഥ രൂപം വരും. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു രൂപം വരും. അപ്പം ഈ തുടക്കവും നടുക്ക് വരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. നമുക്കിവിടെ ഖുറാനിൽ നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വറഹ്മത്തുഹു കണ്ടോ, ഇവിടെ ആ ഒരു ചിഹ്നമാണ്. ആ ഒരു ചിഹ്നം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട അതിന് പുള്ളി ഉണ്ടോ നോക്കുക. പുള്ളി ഇല്ലെങ്കിൽ അത് ഹ ആണെന്ന് മനസ്സിലാക്കുക. ഇനി താഴെ ആ പുള്ളിയെങ്കിൽ അത് ജീമാണെന്ന് മനസ്സിലാക്കുക. മുകളിൽ ആ പുള്ളിയെങ്കിൽ അത് ഹ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുപോലെ വേറൊരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാല് വേണ്ടേ, ഇവിടെ ആ ഒരു ചിഹ്നമുണ്ട് കണ്ടോ, ഇതിന്റെ മുകളിൽ പുള്ളിയുണ്ട്. അപ്പൊ അതെന്താ, ഹ ആണ്. ഒമാ ഖൽഫഹ. മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു ചിഹ്നത്തെ, ഇതിനെ നമ്മൾ മനസ്സിലാക്കി മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം പെട്ടെന്ന് ആ ഒരു 3 അക്ഷരം നമുക്ക് പെട്ടെന്ന് ക്ലിയർ ആവും. ഇനി അടുത്തത് ദാലാണ്. ദാലിന്റെ കേസിലും സിമ്പിൾ ആണ്. നമ്മൾ ആ ഒറ്റ അക്ഷരത്തിന്റെ ആ ഒരു രീതി പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പൊതുവെ ആൾക്കാർക്കൊന്നും അതിന് ഡൗട്ട് വരാറില്ല. ദാലിന് വരില്ല, ദാലിന് വരില്ല, റായിനും പൊതുവെ വരാറില്ല, സായിനും വരാറില്ല. സീനും വളരെ സിമ്പിൾ ആയിട്ടുള്ള അക്ഷരമാണ്. ഓക്കെ, സീനിന്റെ കാര്യത്തിലും നമ്മൾ ആ ഒരു 3 ബോട്ടിന്റെ കാര്യം ഓർത്താൽ മതി, നമുക്ക് പെട്ടെന്ന് കിട്ടും. ഒരു വാക്കിന്റെ തുടക്കം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, നടുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും, അവസാനം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും. ഇനി അടുത്ത ഷീനാണ്. നമ്മൾ 3 പുള്ളി ഉണ്ടെങ്കിൽ, സീനിന്റെ മുകളിൽ 3 പുള്ളി ഉണ്ടെങ്കിൽ അത് ഷീനാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത സ്വാദാണ്. സ്വാദും വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. ഖുറാനിൽ നോക്കിയാൽ മനസ്സിലാക്കണ്ടോ, കണ്ടോ, ഒരു വാക്കിന്റെ തുടക്കം വന്നപ്പോൾ ഇതേപോലെ, ഒരു വാക്കിന്റെ നടുക്ക് വന്നപ്പോൾ ഇതേപോലെ, അവസാനം വരുമ്പോൾ അതിന്റെ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അപ്പം അതും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അടുത്തത് നമുക്ക് സ്വാദിന്റെ മുകളിൽ പുള്ളി വരുന്ന ലാദ്. അപ്പം ലാദ് അതും വളരെ സിമ്പിൾ ആണ്. ഇനി അടുത്ത ത്വാ ആണ്. ത്വാവും വളരെ സിമ്പിൾ ആണ്. അതിന്റെ ഒരു യഥാർത്ഥ രൂപത്തിന്റെ ടച്ച് വിട്ടു പോകുന്നില്ല. ആ ഒരു നമ്മളിപ്പൊക്കെ പഠിച്ചിട്ടുള്ള രൂപമാണ്, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം താവിന്റെ മുകളിൽ പുള്ളി വരുന്ന വാ, അതും ഓക്കെയാണ്. ഇനി അടുത്താണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഐൻ. ഐന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഐൻ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറിപ്പോവും. ഐൻ ഹംസ പോലെയാണ് ഒരു വാക്കിന്റെ തുടക്കം വരുമ്പോൾ വരുന്നത്. അതുപോലെ ഫാ പോലെ ഒരു വാക്കിന്റെ, ഇപ്പം ഈ റൊയിനെ നോക്കിയ റൊയിനും ഈ ഫാ ഒരേപോലെ ഇല്ലേ. അപ്പൊ ഇതൊക്കെ തുടക്കക്കാർക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ മാറിപ്പോവും. അപ്പം അത് നമ്മൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചു പഠിക്കണം. അപ്പം ഐൻ ഒരു വാക്കിന്റെ തുടക്കം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്.
ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പം ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. നടുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ഇത് കാണത്തില്ല. ഖുർആനിൽ വരുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതും. ഖുർആനിൽ വരുമ്പോൾ നടുക്ക് എന്ത് ചെയ്യത്തില്ല, ഒരു ഇത് വരത്തില്ല. ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതിപ്പോൾ അവസാനം വരുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിൽ ജീം പോലെയൊക്കെ വരും. അപ്പൊ അത് നമ്മൾ ഒരുപാട് വട്ടം കണ്ട് ശീലിക്കുമ്പോഴത്തേക്ക് നമുക്ക് ക്ലിയർ ആവും. നമുക്ക് ഖുർആനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഖുർആനിൽ നോക്കിയേ, ഇവിടെ ഉണ്ടോ ഹംസ പോലെ വന്നു, ഇത് ഐനാണ്. അതുപോലെ ഇവിടെ അലിം തും, പിന്നെ അതുപോലെ ഇതുണ്ടോ ഫാഖിഉൻ, ഐൻ. ഐൻ്റെ ഒരു വാക്കിന്റെ അവസാനം വരുമ്പം ഈ ഒരു രീതിയിലാണ് വരുന്നത്. അതുപോലെ ഒരു വാക്കിന്റെ തുടക്കം വരുമ്പം ഇതുപോലെ വരും. ഇവിടെ ഫഫ് അലു, ഇവിടെ കണ്ടോ ഐൻ വന്നുണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെച്ചേക്കാം. അപ്പം ഐൻ ഒരു വാക്കിന്റെ തുടക്കം വരുമ്പോൾ ഈ ഒരു രീതിയിലും, നടുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലും, അവസാനം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഈ ജീമും ഇതും കൂടെ എന്ത് ചെയ്യരുത്, നിങ്ങൾ തിരിഞ്ഞു വരുന്നത്. ജീമ് ഈ ഒരു രീതിയിലാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു പുള്ളിയുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. മുകളിൽ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ജീം ഉണ്ടോ, ജീം ഇങ്ങനെ ആയിരിക്കും ഒരക്ഷരത്തിന്റെ അവസാനം വരുന്നത്. അതുപോലെ ഐൻ അങ്ങനെയല്ല, അതിന്റെ മുകളിൽ ഒരു ഇതേപോലെ ഒരു കറുപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ മുകളിലുണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഐനും ഒയിനും ഫാവും ഒക്കെ ഒരുപാട് പേർക്ക് മാറിപ്പോകുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക, എഴുതി പഠിക്കുക, അപ്പൊ ക്ലിയർ ആവും. ഒയിനാണ്, അപ്പൊ ഐൻ പോലെ തന്നെയാണ്. മുകളിൽ പുള്ളി ഉണ്ടോ എന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അടുത്ത ഫാഇന് വരുമ്പോഴത്തേക്ക് അതിന്റെ യഥാർത്ഥ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. അകത്തൊരു കുറച്ച് ഭാഗത്ത് എന്ത് ചെയ്യത്തില്ല, ഒരു ചെറിയൊരു ഹോളുണ്ട് ഫായില്. അപ്പൊ ആ ഹോൾ എന്ത് ചെയ്തിട്ടുണ്ട്, പൊതുവെ എല്ലാ ഫായിലും അത് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ വഴി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ പറ്റും. അതിനൊന്നും ആ ഒരു വിടവ് നടുക്കില്ല. അത് നമ്മൾ ഓർത്ത് വെച്ച് മനസ്സിലാക്കുക. അപ്പൊ ഫാ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. നടുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലും, അവസാനം വരുമ്പോൾ ഈ ഒരു രീതിയിലും ആയിരിക്കും. അത് ശ്രദ്ധിക്കാം. ഇനി ഫാ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കാഫിന്റെ കാര്യവും സിമ്പിൾ ആയിരിക്കുമല്ലോ. മോളിൽ 2 പുള്ളിയുള്ളതാണ് കാഫ്. അപ്പം അത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി ലാമാണ്. ലാമും സിമ്പിൾ ആണ്, പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അലിഫും ലാമും കൂടെ ചിലവർക്ക് തിരിഞ്ഞു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ലാമും ഈ അലിഫും ഒരേപോലെ ഇല്ലേ. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിച്ചു വെക്കുമെന്ന് പറഞ്ഞത്. അലിഫിന് ശേഷം ഒരക്ഷരവും ചേർന്ന് വരത്തില്ല. പക്ഷെ ലാമിന് ശേഷം അങ്ങനെയല്ല, ലാമിന് ശേഷം അക്ഷരങ്ങൾ ചേർന്ന് വരും. ഇവിടെ നോക്കിയേ, ലഅല്ലക്കും ലാമിന് ശേഷം കാഫ് വന്ന്, ഇവിടെ ലാമിന് ശേഷം ഐൻ വന്നു. അതേ സമയത്ത് ഈ ലാമിന് പകരം അവിടെ അലിഫ് ആയിരുന്നെങ്കിൽ അലിഫ് ഇങ്ങനെ വന്നേനെ, അലിഫ് വന്നിട്ട് അതിന് ശേഷം ഐൻ ഇങ്ങനെ വരത്തുള്ളായിരുന്നു. നമുക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അലിഫിന് ശേഷം ഒരക്ഷരം ചേർന്ന് വരത്തില്ല. കണ്ടോ, ഇവിടെ ഹംസ, അലിഫിന് ശേഷം എന്ത് ചെയ്തില്ല, ഐൻ എന്ത് ചെയ്തിട്ടില്ല, ചേർന്ന് വന്നിട്ടില്ല. അതിങ്ങനെ വിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ലാമിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ചേർന്ന് വരും. നമ്മൾ കൂട്ടക്ഷരം എന്നൊരു ക്ലാസ് പഠിച്ചു, നൂറാനിക്ക് അതിൽ കൂട്ടക്ഷരം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അപ്പം അത് നമ്മൾ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ശേഷം ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ലാമും വളരെ സിമ്പിൾ ആണ്, അലിഫുമായിട്ട് മാറിപ്പോവാതിരുന്നാൽ മതി. അടുത്ത മീമാണ്. മീമും വളരെ സിമ്പിൾ ആണ്. ഐനുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക, തിരിഞ്ഞു പോകരുത്. അടുത്ത ന്യൂനാണ്. അതിന്റെ പുള്ളി ഏത് ഭാഗത്താന്നുള്ള കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ന്യൂനും വളരെ സിമ്പിളാണ്. അടുത്ത ഹാഇന്റെ കേസിലും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. ഹാഇന്റെ യഥാർത്ഥ രൂപത്തിലായിരിക്കും തുടക്കം വരുന്നത്, പക്ഷെ നടുക്ക് വരുമ്പോഴത്തേക്ക് ഒരു ബട്ടർഫ്ലൈയുടെ ഒക്കെ രൂപത്തിൽ വരും. റിബണിന്റെയും ബട്ടർഫ്ലൈയുടെ ഒക്കെ രൂപത്തിൽ, ഈ ഒരു രൂപത്തിലായിരിക്കും ഖുറാനിൽ എന്ത് ചെയ്യുന്നത്, വരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഫജഅൽനാഹ, ഇവിടെ കണ്ടോ മനസ്സിലായില്ലേ. അപ്പം അതുപോലെ ഒരു വാക്കിന്റെ നടുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഒരു വാക്കിന്റെ അവസാനം വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇതേപോലെ തന്നെ താവും ഖുർആനിൽ വരും. ഈ ഒരു ഹാഇന്റെ മുകളില് 2 പുള്ളി വന്നാല് അത് താ ആണെന്ന് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പം ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഈ താ തന്നെയാണ്.
ഈ താന്റെ വേറൊരു രൂപമാണ് ഈ ത. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെയും ഹാ വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഹാ നടുക്ക് വരുമ്പോ ഈ ഒരു രീതിയിലും, അല്ല തുടക്കം വരുമ്പോ ഈ ഒരു രീതിയിലും, നടുക്ക് വരുമ്പോ ഈ ഒരു രീതിയിലും, അവസാനം വരുമ്പോ ഈ ഒരു രീതിയിലും ആയിരിക്കും. പിന്നെ വാവാണ്. വാവിന് ശേഷം ഒരക്ഷരം കൂടി ചേർന്ന് വരത്തില്ല. ഓക്കെ, അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ യാന്റെ കേസിലും സിമ്പിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിന്റെ പുള്ളി എവിടാന്ന് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. താഴെ 2 പുള്ളിയുള്ള അക്ഷരം യാ. അപ്പം പുള്ളി കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുള്ളിയുടെ എണ്ണം, പുള്ളിയുടെ സ്ഥാനം, അതൊക്കെ നമുക്ക് വെച്ച് അത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് പെട്ടെന്ന് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ എടുക്കുക. ആദ്യം ബേസിക് ആയിട്ടുള്ള അറബി അക്ഷരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം ഖുർആൻ എടുക്കുക. ഖുർആൻ എടുത്തിട്ട് ഓരോ അക്ഷരങ്ങളെ വെച്ച് വായിക്കുക. ഹംസ, നൂന്, ഹംസ, ലാമ്, ദാല്, യാ, നൂന്, ഹംസ, അലിഫ്, മീമ്, നൂന്, വാവ്, ഹംസ, വാവ്, അലിഫ്, ഹംസ, ലാമ്, ദാല്, യാ, നൂന്, ഹാ, അലിഫ്, അലിഫ്, ദാല്, വാവ്. ഇങ്ങനെ എന്ത് ചെയ്യുക, ഓരോ അക്ഷരങ്ങളായിട്ട് എന്ത് ചെയ്യുക, വായിക്കുക. ഇപ്പൊ ഒരക്ഷരം കിട്ടിയില്ലെങ്കിൽ അറിയുന്ന ആരത്തെങ്കിലും ചോദിച്ച് അത് മനസ്സിലാക്കി അതൊന്ന് 1-2 വട്ടം എഴുതുക, അതിനെ മനസ്സിലാക്കി വെക്കുക. അതിനുശേഷം ഒരു പേജൊക്കെ, ഒരു ദിവസം ഒരു പേജൊക്കെ വെച്ച് ആ ഒരു രീതിയിൽ വായിച്ച് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഹർക്കത്തിലോട്ട് പഠിക്കാൻ പോകുക. ഹർക്കത്തുകൾ അലിഫ്, അല്ല ഫതഹ്, കിസർ, ലമ്മ്, സുക്കൂൻ എന്നിവയൊക്കെ പറ്റി പഠിക്കുക. അതിനുശേഷം ഹർക്കത്ത് വരുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ വായിക്കാം. അത് കഴിഞ്ഞിട്ട് തൻവീനിലോട്ട് പോവുക, ഷദ്ദിലോട്ട് പോവുക. ഇത് ഇത്രയും തൻവീനും ഷദ്ദും ഹർക്കത്തുകളും അക്ഷരങ്ങളും എല്ലാം ക്ലിയർ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തജ്വീദിലോട്ട് പോയതാ, ഇദ്ഹാർ, ഇഖ്ഫാ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് പോവാം. മണിക്കല്, മീമിന്റെ നിയമങ്ങൾ, അപ്പൊ അങ്ങനെയുള്ള നിയമത്തിലോട്ട് പോവാം. അപ്പം ഇത്രയും നിങ്ങൾ ക്ലിയർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും. ആദ്യം ഈ അക്ഷരങ്ങൾ ക്ലിയർ ആക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് അക്ഷരങ്ങൾ ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഐഡിയ ഓരോ അക്ഷരങ്ങളായിട്ട് വായിക്കുക എന്നുള്ളതാണ്. ഹംസ, നൂന്, അലിഫ്, ലാമ്, ദാല്, യാ, നൂന്, ഈ ഒരു രീതിയിൽ വായിച്ച് പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യും, നിങ്ങൾ ഖുർആൻ ഓതാൻ നല്ല രീതിയിൽ സെറ്റ് ആവും. അങ്ങനെ പഠിക്കുക. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും ഖുർആൻ പഠിക്കാനും ഓതാനും മനസ്സിലാക്കാനും എല്ലാം തൗഫീഖ് തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.